ശബരിമലയിൽ ഇന്നും വൻ ഭക്തജന തിരക്ക്. ഡിസംബർ 6-ന്റെ ഭാഗമായി ശക്തമായ സുരക്ഷയാണ് സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ പരിശോധനയും ശക്തമാണ്. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുന്നുണ്ട്. അഖില്, സന്നിധാനത്തേക്ക് ഭക്തരുടെ വലിയൊരു തിരക്ക് തന്നെയാണ് ഉള്ളത്. ഒപ്പം തന്നെ ഡിസംബർ 6-ന്റെ പശ്ചാത്തലത്തിൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളും സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലേ? നിഖില്, ശബരിമല സന്നിധാനം എന്ന ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം അവധി ദിവസങ്ങളൊക്കെ കഴിഞ്ഞ സന്നിധാനത്തേക്ക് ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് വലിയ നടപ്പന്തലിലാണ്. വലിയ നടപ്പന്തലിൽ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്ക് ഉണ്ടായിരുന്നു. സന്നിധാനവും പരിസരത്തും മറ്റു പ്രദേശങ്ങളിലുമെല്ലാം തന്നെ ആവശ്യത്തിൽ അയ്യപ്പ ഭക്തർ എത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മരക്കൂട്ടം വഴിയും അതുപോലെ തന്നെ പരമ്പരാഗതമായ കാനനപാത വഴിയും ഒക്കെ തന്നെ അയ്യപ്പ ഭക്തർ എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഏകദേശം രാവിലെ 8 മണിയുടെ കണക്ക് അനുസരിച്ച് ഏകദേശം 45,000-ഓളം പേർ രാവിലെ തന്നെ ദർശനത്തിനായി ശബരിമല സന്നിധിയിലേക്ക് എത്തിച്ചേർന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അയ്യപ്പ ഭക്തർ അയ്യപ്പ ദർശനത്തിനായി ഇവിടെ എത്തിയിട്ടുള്ളത്. പല പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. കുഞ്ഞുമാളികപ്പുറങ്ങളടക്കം ശബരിമല ദർശനത്തിനായി എത്തിയിരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം, നേരത്തെ നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ശബരിമല സന്നിധാനത്ത് ഡിസംബർ 6-ന്റെ ഭാഗമായി വലിയ ഭക്തജന തിരക്ക് അല്ലെങ്കിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഡിസംബർ 6-ന്റെ ഭാഗമായി ശബരിമല സന്നിധാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പോലീസ് സേനാംഗങ്ങളുടെയും അതുപോലെ തന്നെ മറ്റു കേന്ദ്ര സേനാംഗങ്ങളുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിലാണ് ഇന്നത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്ക് കാണുന്നത് പോലെ തന്നെ ഇന്ന് ആദ്യ ബാച്ച് കഴിഞ്ഞ 2ാമത്തെ ബാച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് ഡ്യൂട്ടിക്കായി എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സന്നിധാനത്ത് HSOയുടെയും അതുപോലെ തന്നെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ 2ാമതെത്തുന്ന പോലീസ് സേനാംഗങ്ങൾക്ക്, അതായത് കേരള പോലീസിലെ സേനാംഗങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ വലിയ നടപ്പന്തലിലെ സ്റ്റേജിൽ നൽകുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. എന്തായാലും ശബരിമല സന്നിധാനത്ത് ഇന്ന് ഡിസംബർ 6-ന്റെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പ്രദേശത്ത് വിവിധങ്ങളായ സ്ഥലങ്ങളിലാണ് ബോംബ് സ്ക്വാഡിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും ഒക്കെ തന്നെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിന് പുറമെ സന്നിധാനത്ത് നിന്ന് മാളികപ്പുറം വരെ പോകുന്ന പരിസരത്ത് പൂർണ്ണമായും മൊബൈൽ ഫോൺ ഉപയോഗത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വിവിധ ഘട്ടങ്ങളിലായിട്ടുള്ള നിയന്ത്രണമാണ് ഇന്ന് ശബരിമല സന്നിധാനത്ത് ഏർപ്പെടുത്തുന്നത്. പക്ഷേ ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന സമയത്തും ഒരു അയ്യപ്പ ഭക്തനും ദർശനത്തിനുള്ള ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത തരത്തിൽ തന്നെയാണ്, ദർശനം നടത്തുന്ന കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത കാര്യത്തിൽ തന്നെയാണ് ഇന്ന് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്പസമയത്തിനകം ആകാശമാർഗമുള്ള പരിശോധനയും ഉണ്ടാകും എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. നിഖിൽ, ശരി അഖില, ശബരിമലയിൽ ഇന്നും വലിയ ഭക്തജനങ്ങളുടെ തിരക്ക് തന്നെയാണ്. ഡിസംബർ 6-ന്റെ പശ്ചാത്തലത്തിൽ ശക്തമായ സുരക്ഷയും സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു സന്നിധാനത്ത് നിന്നും അഖിൽ പാലോട്ടുമടം.